ഡിവൈഎസ്പി ജോർജ് നമുക്കൊപ്പം ചേരുന്നത്. സാർ നമസ്കാരം. ഈ ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ട്രെയിനിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ മുൻപുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ആ സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഞെട്ടലോടെ തന്നെയാണ് ഓരോ പെൺകുട്ടികളും യാത്ര ചെയ്യുമ്പോൾ കാണുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? പെൺകുട്ടികൾ വൈകിട്ടത്തെ കേരള എക്സ്പ്രസിൽ ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. വണ്ടിയുടെ ഏറ്റവും പുറകിലത്തെ കോച്ചിലായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത്, ജനറൽ കോച്ചിലാണ് യാത്ര ചെയ്തിരുന്നത്. ഇവർ വർക്കല കഴിഞ്ഞ സമയത്ത് ഇവർ ടോയ്ലറ്റിൽ പോയ സമയത്താണ് ഈ പ്രതി ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇയാൾ കോട്ടയത്ത് നിന്ന് ഇയാൾ ട്രെയിനിൽ യാത്ര ചെയ്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നത്തെ പെൺകുട്ടികൾ ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുന്ന സമയത്താണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇതിനകത്ത് ഇവർ തമ്മിൽ മുൻപരിചയം ഒന്നുമില്ല. എന്താണ് സഡൻ പ്രൊവക്കേഷന്റെ, എന്തുകൊണ്ടാണ് സംഭവിച്ചേക്കുന്നതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നത് വരുന്നേ ഉള്ളൂ. അതെ സാർ, ഈ മദ്യലഹരിയിലായിരുന്നു ഇയാൾ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ മദ്യലഹരി, ആ മദ്യത്തിന് പുറത്ത് തന്നെ ചെയ്ത ഒരു അതിക്രമമാണെന്നാണോ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിൽ എത്തിയിട്ടുള്ളത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ഇവർ തമ്മിൽ യാതൊരുവിധ മുൻപരിചയങ്ങളൊന്നും ഇല്ലാത്തതായിരുന്നു. ട്രെയിനിൽ വെച്ച് തന്നെ ഒരു പ്രൊവോക്ക് ചെയ്യുന്നുള്ള ഉണ്ടായിട്ടില്ല. യാത്രക്കാർ ധാരാളം ഉള്ളൊരു വണ്ടിയായിരുന്നു. എന്താണ് സംഭവിച്ചേക്കെന്നുള്ളത് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേ അറിയാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും നമ്മളോട് നേരത്തെ ഒരു പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി പ്രതികരിച്ചപ്പോഴും പറഞ്ഞത് ആ കുട്ടിയെ കൂടി ഇതുപോലെ പുറത്തേക്ക് തള്ളിയിടാനുള്ള ശ്രമം നടത്തി. എന്തോ ഭാഗ്യത്തിന് ആ പെൺകുട്ടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെയാണ് അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത്. ആ പെൺകുട്ടിയെ കൂടി തള്ളിയിടാൻ ശ്രമിച്ചു. ആ പെൺകുട്ടിയെ വാതിലിന്റെ കമ്പിയിൽ പിടിച്ചു നിന്നുകൊണ്ട്, അതുപോലെ തന്നെ മറ്റു യാത്രക്കാരെ ബഹളം കൂട്ടി വിളിച്ചതുകൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുള്ളതാണ്. ഇയാൾ കോട്ടയത്ത് നിന്ന് കയറിയെന്നാണോ, എവിടെ നിന്ന് കയറിയെന്നാണ് മനസ്സിലാക്കുന്നത്? നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇയാൾ കോട്ടയത്ത് നിന്നാണ് ഇയാൾ ട്രെയിനിൽ കയറിയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇയാളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണോ? അങ്ങനെ എന്തെങ്കിലും ഒരു വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? നമ്മൾ അന്വേഷിച്ചതിനകത്ത് പ്രാഥമികമായിട്ടുള്ള കണ്ടീഷനിൽ ഇയാൾ വേറെ കേസുകൾ ഉൾപ്പെട്ടായിട്ട് അറിഞ്ഞിട്ടില്ല. കൂടുതലായിട്ട് അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ അതിനെ കുറിച്ചുള്ളത്. ഓക്കെ, താങ്ക് യു സാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ഈ പ്രതി കോട്ടയത്ത് നിന്നാണ് കയറിയതെന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ യാതൊരു പ്രകോപനവും ഇല്ലാതെ ആ പെൺകുട്ടികൾ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ഈ പ്രതി ആദ്യം ആ പെൺകുട്ടിയെ പുറത്തേക്ക് തള്ളി ചവിട്ടി താഴെ ഇടുന്നത്. തൊട്ടു പിന്നാലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിയെ കൂടി പുറത്തേക്ക് തള്ളിയിടാൻ ശ്രമം നടത്തി. പക്ഷേ ആ പെൺകുട്ടി കമ്പിയിൽ പിടിച്ചു നിന്ന് പുറത്തേക്ക് പകുതി ദൂരം പോയെങ്കിലും പിന്നീട് എന്തോ ഭാഗ്യത്തിന് ആ പെൺകുട്ടി രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പെൺകുട്ടിയുടെ പ്രതികരണവും അത് തന്നെയായിരുന്നു. എന്തായാലും